ഭാവിയെ സംബന്ധിച്ചുള്ള ആശയങ്ങളും അത് നടപ്പിലാക്കാനുള്ള ആർജവും ആത്മാർത്ഥതയുമുള്ള ഒരു MLA ആണ് പേരാമ്പ്രയെ തവണ തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിന് ഈ ജനതക്ക് ഒരു സംശയമുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കുമെല്ലാം അതീതമായി പേരാമ്പ്രയുടെ പുതിയ തലമുറ ആഗ്രഹിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പിലാക്കാൻ അതിന് ആർജവത്തോടെ ഓടി നടന്ന് പ്രവർത്തിക്കാൻ കെൽപ്പുള്ള ഒരു MLA തെരഞ്ഞെടുത്ത ഈ ജനതയ്ക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും നന്ദി ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്നു. അവർ MLA ആയി ഏതാനും മാസങ്ങൾ, ഏതാനും എന്ന് പറയാനില്ല, 1-2 മാസങ്ങളെ ആയിട്ടുള്ളൂ. ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും അസംബ്ലിക്കകത്ത് നടത്തുന്ന ഇടപെടലുകളാണെങ്കിലും മന്ത്രിമാരും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിന്റെ കാര്യം അവതരിപ്പിക്കുന്ന കാര്യമാണെങ്കിലും ഒക്കെ വളരെ സിൻസിയറായി എഫക്റ്റീവായി പേരാമ്പ്രയ്ക്ക് വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോട് പറയുന്നു, പേരാമ്പ്രയുടെ താലൂക്ക് ഉൾപ്പെടെയുള്ള സ്വപ്നങ്ങളിലേക്ക് നിർണായകമായ ചുവട് നിങ്ങൾ MLAയോടൊപ്പം നടന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് അസംബ്ലിയിൽ നിന്നും അല്ലാതെയും എനിക്ക് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെടുന്നുണ്ട്. നിയോ പേരാമ്പ്ര എന്ന കൺസെപ്റ്റ്, അതിന്റെ വിശദമായ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടത്തും എന്നുള്ളത് MLA അറിയിച്ചു കഴിഞ്ഞു. ഞാൻ അതുകൊണ്ട് ദീർഘമായി കടന്നു പോകുന്നില്ല. പക്ഷേ അടുത്ത ജനറേഷൻ ആഗ്രഹിക്കുന്ന ഒരു ഇടപെടലാണ്. ഒരു ഡിജിറ്റൽ സ്പേസിൽ MLAയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളെയും അതിനെ ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള മാർഗങ്ങൾ അവർ ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ തുടങ്ങുന്നു എന്നുള്ളത് അറിയുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞു, MLA നേരിട്ടും അവൈലബിൾ ആണ്, MLA ഡിജിറ്റലിയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിനൊരു പൊതു ഇടം എന്ന് പറഞ്ഞ ആ വാക്കിലെ ഒരു വാചകം, അത് തന്നെയാണ് ഒരു MLA ഓഫീസിൽ നിന്ന് എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ പരിഗണനകൾക്കും അപ്പുറത്തെ ഓരോ പേരാമ്പ്രക്കാരന്റെയും അവർക്ക് ലഭിക്കേണ്ടതും അവരുടെ അവകാശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അവരുടെ അവകാശ ബോധത്തോട് തന്നെ ഓടി വരാവുന്ന, വന്നു ചേർന്നിരിക്കാവുന്ന ഒരു പൊതു ഇടമാണ് തന്റെ ഓഫീസ് എന്ന് MLA പറയുന്നത്. തീർച്ചയായിട്ടും അതൊരു വലിയ മെസ്സേജാണ്. അതും തീർച്ചയായിട്ടും സന്തോഷകരമായ കാര്യമാണ്, അഭിമാനകരമായ കാര്യമാണ്. ഈ വേദിയിൽ UDFന്റെ ബഹുമാന്യരായ നേതൃത്വം, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ, ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റുമാർ, മെമ്പർമാർ, ജനപ്രതിനിധികൾ, ചെയർമാൻമാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, എല്ലാവരും ഉണ്ട്. പൊതുപ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ, പേരാമ്പ്രയിലെ പൗരസമൂഹത്തിന്റെ പ്രതിനിധികൾ, സ്ത്രീകൾ, കുട്ടികൾ, മുതിർന്നവർ, എല്ലാവരും. അങ്ങനെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഒരു MLAയും എല്ലാവർക്കും ചേർന്നിരിക്കാവുന്ന ഒരു പൊതു ഇടമായ ഓഫീസും മാറുമ്പോൾ പേരാമ്പ്ര വലിയ സ്വപ്നങ്ങൾ കാണും. പേരാമ്പ്ര കാണുന്ന വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരുമിച്ചുള്ള ശ്രമങ്ങൾ ഉണ്ടാകും. നിങ്ങളും MLAയും ഒരുമിച്ച് നടത്തുന്ന ശ്രമങ്ങൾക്ക് നിങ്ങളുടെ MP എന്നുള്ളവർക്ക് 100% അതിനോടൊപ്പം സഞ്ചരിക്കുമെന്നുള്ള വാക്കും ഉറപ്പും നിങ്ങൾക്ക് ഏവർക്കും നൽകിക്കൊണ്ട് ഈ പഴയത്തും ഇവിടെ വന്നു ചേർന്ന എല്ലാവരെയും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പ്രിയപ്പെട്ട TT ഇസ്മായിലിനെയും അതുപോലെ തന്നെ സബ്ജക്ട് ഉൾപ്പെടെയുള്ള പ്രിയങ്കരായ നേതാക്കന്മാർ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട മിനി വട്ടക്കണ്ണി അവറുകൾ, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പ്രിയപ്പെട്ട ലതിക വിനോദ്, നസീബ വാഴയിൽ, മോളി ഐത്തരമറ്റം, ഉമ്മർക്ക, പ്രിയപ്പെട്ട നളിനി നെല്ലൂർ, നിബിത, ആസിഫ പടനയിൽ, പ്രിയപ്പെട്ട PK ബാബു, രമണി PP, ഷിജി കൊട്ടാരക്കര, ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ മുനീർ മാഷ്, ഡോക്ടർ KK ഹനീഫ, പ്രിയപ്പെട്ട PC ശീബേച്ചി, ലതേച്ചി, പ്രിയങ്കരനായ നമ്മുടെ നാട്ടുകാരനും അതുപോലെ തന്നെ കാരശ്ശേരിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മിസ്ബ കീഴരിയൂർ, പ്രിയപ്പെട്ട റീമ കുന്നുമേൽ, വഹീദ പാറമേൽ, പ്രിയപ്പെട്ട KK രാധാ അവറുകൾ, പ്രിയങ്കരനായ SP കുഞ്ഞമനുക, അതുപോലെ തന്നെ K മധുകൃഷ്ണൻ, രാജീവ് തോമസ്, CPM, പ്രിയപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഒരു ഇഷ്ടവാചനമായി ഇവിടെ കടന്നു വന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് സമയത്തും അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്റെ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അല്ലാത്തപ്പോഴൊക്കെ വിളിച്ചാൽ സെൽഫ്ലെസ് ആയി പ്രസ്ഥാനത്തിന് മുന്നണിക്കൊക്കെ വേണ്ടി കടന്നു വരുന്ന പ്രിയങ്കരനായ കാലിയം ഷാഫി അവറുകൾ, പ്രിയപ്പെട്ട ശ്രീ അസീസ് മാഷ്, പ്രിയപ്പെട്ട MCKയുടെ സാന്നിധ്യം, തലമുതിർന്ന നമ്മുടെ കുടുംബത്തിലെ കാരണവർ ശ്രീ NC വടകര, MCKയുടെ സാന്നിധ്യം നമ്മളോടൊപ്പം ഉണ്ട്. രാമേശ്വര മാസ്റ്റർ, പ്രിയപ്പെട്ട ശ്രീ N ഹരിദാസ്, പ്രിയപ്പെട്ട ശ്രീ ആവളം മനോജ്, പ്രകാശൻ കിഴക്കയിൽ, നമ്മുടെ രാജൻ മരുതേരി അവറുകൾ, അശോകം മാഷ്, വാസു മാഷ്, EV രാമേന്ദ്ര മാസ്റ്റർ, KK വിനോദ മാഷ്, പ്രിയപ്പെട്ട PK രാകേഷ്, JP വേണുഗോപാൽ, രാജേഷ് കീഴരിയൂർ, വേണു മാഷ്, RK മുനീർ, പ്രിയപ്പെട്ട നമ്മുടെ ചെയർമാൻ ശ്രീ CK ലത്തീഫ് അവറുകൾ, MKC കുട്ടിയാലി അവർ, കല്ലൂർ മുഹമ്മദ് അലി, CH ഇബ്രാഹിം അവറുകൾ, ഒരിക്കൽ മമ്മു, കുളങ്ങര മുനീർ അവറുകൾ, മൂസക്ക, BP റിയാസ് സലാം, BP അഷഫ്, BP മുഹമ്മദ്, BP ചന്ദ്രമാഷ്, അതുപോലെ തന്നെ സുരേഷ് രാജൻ വടക്കേ അവറുകൾ, നമ്മുടെ കൺവീനർ പ്രിയപ്പെട്ട ജോസൂട്ടിയൻ, എല്ലാത്തിലും ഉപരി ഇന്ന് സജീവമായ ഒരാളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ച
തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചെയർമാൻ പദവിയിൽ ഇരുന്ന് വർഷങ്ങൾക്ക് ശേഷം പേരാമ്പ്രയിലുണ്ടായ ഉജ്ജ്വല വിജയത്തിനു വേണ്ടി അക്ഷീണം യത്നിച്ച ഒരാൾ, ജീവിതം മുഴുവൻ പൊതുപ്രവർത്തനം നടത്തി ഈ നാടിനു വേണ്ടി, നാട്ടിലെ ജനതയ്ക്ക് വേണ്ടി തന്റെ അടുക്കലേക്ക് വരുന്ന ഓരോ സാധാരണക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന ഒരാൾ ഇന്ന് ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിൽ ഉണ്ടാകേണ്ടിയിരുന്നത് പ്രിയങ്കരനായ ബാലനാരായണനാണ്. ബാലനാരായണൻ ഈ വേദിയുടെ എല്ലാത്തിലും സജീവമായി ഉണ്ടാവേണ്ടിയിരുന്നു. ഇതിലേറ്റവും സന്തോഷിക്കുമായിരുന്ന ഒരാൾ, ഇതിലേറ്റവും അഭിമാനിക്കുമായിരുന്ന ഒരാൾ പ്രിയപ്പെട്ട ബാലനാരായണനാണ്. അദ്ദേഹത്തിന്റെ ഫിസിക്കലി അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പമില്ലെങ്കിലും അദ്ദേഹവും കൂടെ ഈ ചടങ്ങ് വീക്ഷിക്കുന്നുണ്ടാവുമെന്ന് നമ്മൾ കരുതുകയാണ്. അത്രത്തോളം നമുക്ക് വേണ്ടി നിന്ന ബാലനാരായണന്റെ ഓർമ്മകൾ ഞാൻ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ആ ഓർമ്മകൾ നമ്മളെ വിട്ടുപോകാതെ അദ്ദേഹത്തെ സ്മരിച്ചും ആ പൊതുപ്രവർത്തനത്തെ ആദരിച്ചും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരിക്കൽ കൂടി അദ്ദേഹത്തിന്റെയും കുടുംബത്തിന്റെയും നാടിന്റെയും സംസ്ഥാനത്തിന്റെയും മുന്നണിയുടെയും കുടുംബത്തിൽ പങ്കുചേരുന്നു. ഈ ധന്യമായ മുഹൂർത്തത്തിൽ ഈ ഓഫീസ് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് പേരാമ്പ്ര MLA പ്രിയപ്പെട്ട ഫാത്തിമ സഹലിയ അവരെ ജനങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ 100% ചെയ്തു തീർക്കാൻ ആത്മാർത്ഥതയോടെ ജനങ്ങൾക്കൊപ്പം ഈ പ്രഖ്യാപനം കൂടിയായി വേദി മാറ്റിക്കൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ഒരു കാര്യം കൂടെ, ഇവിടെ MLA ഓഫീസ് തുറന്ന ശേഷം MLAക്കുള്ള ആദ്യത്തെ നിവേദനത്തിന്റെ ഒരു നിവേദനമല്ല, കുറെ കൊടുക്കുന്നുണ്ട്, എല്ലാം കൂടെ എഴുതിയിട്ട്. അപ്പൊ ആദ്യത്തെ കത്ത് MP എന്നെ കൊടുത്ത് തുടങ്ങുകയാണ് കേട്ടോ. അപ്പൊ ഇത് അങ്ങോട്ട് കൊടുത്ത് തുടങ്ങുക, സ്ഥാപിക്കാം, ആ കുഴപ്പമില്ലല്ലോ. അപ്പോ സത്യത നിങ്ങൾ എല്ലാവരും കേട്ടോ. അപ്പൊ ഇത് കൊടുക്കണ്ടേ?